ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു അശ്വതി ഇപ്പോൾ നമ്മുടെ താരങ്ങളിൽ താരമാണ്. അപ്പം ഞാൻ വിചാരിച്ചു അശ്വതി എങ്ങനെയാണ് ഒരു കസ്റ്റമറിന് സാരി ഉടുത്ത് കാണിക്കുന്നത് പറയാം. ഇതുപോലെ ഒരു മൗനം മാത്രം നിങ്ങൾക്ക് വന്നിട്ട് എല്ലാവരും പറയത്തില്ലേ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന സെയിൽസിൽ നിന്ന് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമല്ല, എനിക്ക് എൻ്റെതായ സ്പേസ് വേണം, ഞാൻ ഭയങ്കര ഇൻട്രോവേർട്ട്. വന്നിട്ട് ആദ്യം ചോദിക്കേണ്ട പേര് അശ്വതി ഉണ്ടോ എന്നാണ്. കാരണം അശ്വതി സംസാരിക്കില്ല. അപ്പം നിങ്ങളും സംസാരിക്കില്ല, അശ്വതി സംസാരിക്കില്ല. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു അവാർഡ് സിനിമ കൊണ്ടുപോകും ഇല്ലടാ. ഇന്നലെ എക്സാം കഴിഞ്ഞിട്ട് സർട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയല്ലോ. ഞാൻ നോക്കിയപ്പോഴത്തേ എൻ്റെ പറഞ്ഞ് 3-4 ദിവസം ലീവൊക്കെ വേണം. നോക്കുമ്പോഴത്തേക്കും സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കിട്ടിയ ആൾ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ വീട്ടുകാരൊക്കെ തിരിച്ച് വിളിച്ചുകൊണ്ടിരുന്നിട്ടും ഞാൻ മാത്രം പിടിച്ച് കെട്ടി വെച്ചേക്കുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അശ്വതി ആട്ടോ. എന്തെങ്കിലും സംസാരിക്കുന്ന ആൾക്കാർ വിചാരിക്കും അന്തയും മൂകയും ബദ്രയാണെന്ന് വിചാരിക്കും. എന്നാൽ ഏറ്റവും ഭ്രാന്തിയാണ് കേട്ടോ. എൻ്റെ തന്നെ ലീവൊക്കെ ചോദിക്കുന്ന നമ്മൾ വിചാരിക്കുക അശ്വതി കാണുമ്പോൾ ഭയങ്കര പാവം എന്നല്ലേ വിചാരിക്കുക. ബാക്കി എല്ലാവരും കുറച്ച് ഗ്യാപ്പ് വെച്ചു എന്നാലേ ബാക്കി എല്ലാവരും കാണുമ്പോൾ കുറച്ച് ചട്ടം വരും. നമ്മുടെ സൈനഭാഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന അടി താൻ എന്തോ എന്നെ അടിക്കാത്ത എന്ന് ചോദിക്കുന്നതാണ് നമ്മുടെ സൈനഭാഗം. പക്ഷെ അശ്വതി ഉണ്ടല്ലോ, എനിക്ക് ലീവ് വേണം, എനിക്ക് എടാ ബ്ലൗസ് പോയി, എനിക്ക് ലീവ് വേണം, ലീവ് തന്നേ പറ്റൂ, ഞാൻ എടുക്കും. അങ്ങനെ അശ്വതി നമ്മളത് ലീവ് ചോദിക്കുന്നത്. പിന്നെ എങ്ങനെയുണ്ട് സാറിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയടാ? 20,000 സംതിങ്. എന്താ സാരി? ഇത് പ്യുവർ ജോർജറ്റ്. അതിനകത്ത് വരുന്ന വർക്കൊക്കെ പറഞ്ഞു കൊടുക്കും ഭ്രാന്തി. ഇതൊരു കസ്റ്റമർ വന്നിട്ട് എന്താ റേറ്റ് പറയൂ. അല്ല, പ്യുവർ ജോർജറ്റിൽ വരുന്ന ബനാറസി നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് ചിരി വരുന്നതാ. അതൊക്കെ പോട്ടെ, ഇത് എന്തുകൊണ്ട് മേടിക്കണം? ഇത്രയും 20,000 ഫംഗ്ഷൻ വെഡിങ് അതുപോലെ ഇത്ര എക്സ്പെൻസീവ് എന്നൊക്കെ പറയുന്ന സാധനം. അപ്പം തലറങ്ങി വീഴുന്ന ലൈവ് ടെലികാസ്റ്റ് ഇപ്പം നടക്കുന്നത്. തലറങ്ങി വീഴുന്നത് എന്നാലും പറയും. ഒരു കസ്റ്റമർ വന്നു 20,000 രൂപയ്ക്ക് ഒരു ജോർജറ്റ് സാരി എന്തിനെടുക്കണം? അത് കുറച്ചുകൂടെ ഭംഗിയാണ്. മറ്റേത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കുറച്ചുകൂടെ പ്രിന്റഡ് ടൈപ്പാണ്. അപ്പൊ ഇതാകുമ്പോൾ കുറച്ചുകൂടെ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ വർക്കും അതുപോലെ കളർ കോമ്പിനേഷൻസും ഒക്കെ കുറച്ചുകൂടി ഭംഗിയാണ് കാണാൻ. നിങ്ങളുടെ ഓണർ ഇടയ്ക്കിടയ്ക്ക് പറയാറില്ലേ ജോർജറ്റ് സാരി എടുക്കുമ്പോഴത്തേക്കും മനീഷ് മൽഹോത്രയുടെ കളക്ഷൻ പോലെ ഇരിക്കും, ഭയങ്കര ബോളിവുഡ് സത്യം തള്ളാണോ അതൊക്കെ അങ്ങനെയാണോ? അല്ല, നമ്മുടെ കളക്ഷൻസ് ഒക്കെ കുറച്ചുകൂടെ യുണീക്കാണ്. മീൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്ന ടൈപ്പ്. ട്രോളിന് നാട്ടിലൊന്നും പോണ്ടാ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കളക്ഷൻ ഒക്കെ ഭയങ്കര യുണീക്കാണ്. ആര് പറഞ്ഞു ഇതേ സാരിയൊക്കെ ഞാൻ വേറെ സ്റ്റോറിലും കണ്ടിട്ടുണ്ട്. അപ്പോഴോ? അങ്ങനെയല്ല, നമ്മുടെ സ്റ്റോറി മാത്രമേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതില് എനിക്ക് ഒരു പങ്കാളിത്തം ഇല്ല. ഇതില് അശ്വതിക്ക് മാത്രമേ പങ്കാളിത്തം. അശ്വതിയുടെ പ്രൊഫൈൽ ഞാൻ ഇട്ടേക്കാം. അപ്പൊ സംഭവം സാരി നിങ്ങൾക്ക് അശ്വതി പറഞ്ഞ പോലെ സത്യമാണ്. ഫുൾ ഓൺ ബനാറസി വീവിംഗ് ആട്ടോ സാരി. നമുക്ക് നോർമലി നമുക്ക് ജോർജറ്റ് കളക്ഷൻ പറയുമ്പോഴത്തേക്കും ഫ്ലോറൽ പ്രിന്റും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അശ്വതി പറഞ്ഞ പോലെ ഇത് കുറച്ചും കൂടി നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് മോഡേൺ ആണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ മോഡേൺ ആണ്. എന്നാൽ കാണാനായിട്ട് കുറച്ച് ക്ലാസിക് ആ ഒരു ചെറിയൊരു ഭംഗിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പറയും. നന്ദി നമസ്കാരം പറയും. നന്ദി നമസ്കാരം.